നമസ്കാരം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു തരം യുദ്ധമാണ്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമൊക്കെ കൂടിച്ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുന്നത്. അത്തരമൊരു തന്ത്രപരമായ നീക്കമാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം. കേരളത്തിലെ ഏറ്റവും പ്രബലമായ 2 സമുദായ സംഘടനാ നേതാക്കൾ ഇറക്കിയാണ് പിണറായി ഈ ധ്രുവീകരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് വി ഡി സതീശനെയും കോൺഗ്രസിനെയും ലീഗിനെയും ആക്രമിക്കുമ്പോൾ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാകുമെന്നും അത് നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ടുകൾക്ക് പകരമാകുമെന്നും പിണറായി കരുതുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിനെ സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം എന്ന് വിശേഷിപ്പിക്കാം. തന്ത്രത്തിന് മറുപടി മറുതന്ത്രവും കുതന്ത്രവുമൊക്കെയാണ്. അത്തരം മറുതന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും പൊതുവെ കോൺഗ്രസ് പാർട്ടിക്ക് വശമല്ല. എന്നാൽ വി ഡി സതീശൻ എന്ന തന്ത്രശാലിയായ നേതാവ് പലപ്പോഴും ഇത്തരം തന്ത്രങ്ങളെ വെട്ടാൻ കുതന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഇറക്കാറുണ്ട്. അത്തരം പല പദ്ധതികളും നേരത്തെ തന്നെ ഫലപ്രദമായി നടപ്പിലാക്കി വിജയം കൈവരിച്ച എക്സ്പീരിയൻസ് വി ഡി സതീശനുണ്ട്. തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം പി ടി തോമസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരിൽ വലിയ സഹതാപ തരംഗം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞതുപോലും വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു. അത്തരം തന്ത്രങ്ങൾ മെനയുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഇറക്കിയ എല്ലാ തന്ത്രങ്ങളും വിജയിച്ചിരുന്നു ഒന്നൊഴികെ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന സാഹചര്യമുണ്ടായപ്പോൾ സുരേഷ് ഗോപിയെ വെട്ടാൻ കെ മുരളീധരനെ രംഗത്തിറക്കിയ തന്ത്രം മാത്രം പാളിപ്പോയി. എന്നാൽ കെ ശൈലജയിലൂടെ വടകര നഷ്ടപ്പെടാതിരിക്കാൻ പാലക്കാട് നിന്നും ഷാഫിയെ ഇറക്കുമതി ചെയ്തത് വൻ വിജയമായിരുന്നു. ആറ്റിങ്ങൽ പോലെ ഒരു മണ്ഡലം പിടിക്കാൻ അടൂർ പ്രകാശിനെ 2 തവണയും ഇറക്കിയത് അതുപോലെ തന്നെ ഒരു തന്ത്രമായിരുന്നു. CPMന്റെ മറ്റൊരു മറുതന്ത്രമായിരുന്നു കെ രാധാകൃഷ്ണനെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റി ആലത്തൂരിൽ രമ്യ ഹരിദാസിനെതിരെ ഇറക്കിയത്. ശൈലജ ടീച്ചറിനെ ഇറക്കിയ വടകര തന്ത്രം തോറ്റുപോയെങ്കിലും ആലത്തൂരിലെ രാധാകൃഷ്ണൻ തന്ത്രം വിജയിച്ചു. ഇത്തരം തന്ത്രങ്ങൾ പയറ്റി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പാർട്ടിയും BJPയും സമാനമായ പല തന്ത്രങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. CPMന്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്ത്രമെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ചില സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ് BJPയുടെ തന്ത്രം. CPMന്റെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയായിരുന്നു ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ അവർ മുന്നിട്ടിറങ്ങിയത്. ജോസ് കെ മാണിയെ ഒരു വിധത്തിൽ UDF കപ്പലിൻ്റെ അടുത്ത് വരെ എത്തിച്ചതാണ്. എന്നാൽ മറുതന്ത്രത്തിലൂടെ VN വാസവനെ ഇറക്കി പിണറായി വിജയൻ അത് വെട്ടി. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ മാറി നിന്നതോടെ ജോസ് കെ മാണിക്ക് പിൻവലിയേണ്ടി വന്നു. ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയില്ലെങ്കിലും UDFന് വിജയം സുനിശ്ചിതമാണെങ്കിലും CPMന്റെ ആത്മവിശ്വാസത്തെ തകർക്കുക എന്ന തന്ത്രവും മുസ്ലിം ലീഗിനെ മുൻനിർത്തി ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു അതൃപ്തി ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന തന്ത്രവുമായിരുന്നു ആ നീക്കത്തിന്റെ പിന്നിൽ. ഇത്തരത്തിൽ പല തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതിലൊന്ന് പിണറായി വിജയനെയും മരുമകനെയും ടാർഗറ്റ് ചെയ്യുന്ന കോൺഗ്രസ് തന്ത്രമാണ്. CPM തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പിണറായിയെയും മരുമകനെയും മുമ്പിൽ നിർത്തിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിണറായിക്ക് തൻ്റെ മണ്ഡലത്തിൽ ഒട്ടും ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം. 2021 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ മമ്പറം ദിവാകരന് പിണറായി വിജയൻ നേടിയ ഭൂരിപക്ഷത്തിന് അത്രയും വോട്ട് നേടാൻ കഴിഞ്ഞില്ല. 2016 37,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ പിണറായി 2021 അത് 50,000-ആയി ഉയർത്തുകയായിരുന്നു. 2011 പിണറായി മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പിൽ കേവലം 12,000 വോട്ടുകൾ മാത്രമായിരുന്നു ധർമ്മടത്ത് CPMന്റെ ഭൂരിപക്ഷം. അവിടെയാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കുമായി UDF രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്നത്. വടകര പിടിക്കാൻ ഉപയോഗിച്ച അതേ ഷാഫി പറമ്പലിനെ ധർമ്മടത്ത് പിണറായിക്കെതിരെ രംഗത്തിറക്കാനാണ് ആലോചന. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടക്കച്ചവടമേ അല്ല. തോറ്റാൽ MP സ്ഥാനത്ത് തുടരാം, ജയിച്ചാൽ ശക്തനായ മന്ത്രിയാവാം. നിയമസഭാ സീറ്റ് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച ഷാഫിക്ക് തിരിച്ച് അതേ മണ്ഡലത്തിൽ വന്ന് നിയമസഭയിൽ മത്സരിക്കുക സാധ്യമല്ല. എന്നാൽ ധർമ്മടത്ത് പിണറായിക്കെതിരെയാണെങ്കിൽ ആ ഫൈറ്റിന് ആരും കുറ്റം കാണില്ല. അങ്ങനെ പിണറായിക്കെതിരെ മത്സരിക്കാനിറങ്ങിയാൽ പിണറായി പകച്ചു പോകുമെന്നും കൂടുതൽ സമയം ധർമ്മടത്ത് ചെലവഴിക്കേണ്ടി വരുമെന്നുമാണ് UDFന്റെ വിശ്വാസം. പിണറായിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിണറായിയുടെയും CPMന്റെയും ആത്മവിശ്വാസത്തെ തകർക്കാമെന്നും ഭൂരിപക്ഷം പകുതിയായി താഴ്ത്തിയാൽ പോലും അത് ചരിത്ര വിജയമായിരിക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ കടുത്ത CPM വിരുദ്ധ രാഷ്ട്രീയമുണ്ട്.
അതിനെ കൃത്യമായി മുതലെടുക്കാൻ പറ്റിയ നീക്കമായിരിക്കും ഷാഫി എന്ന് അവർ മനസ്സിലാക്കുന്നു. മുസ്ലിം സമുദായത്തിനകത്തും പുറത്തും സർവാദരണീയനാണ് ഷാഫി പറമ്പിൽ. ഷാഫിയെ ധർമ്മടത്ത് നിർത്തിയാൽ മണ്ഡലത്തിലുള്ള ഏതാണ്ട് 30,000-ഓളം മുസ്ലിം വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും കിട്ടുമെന്നും UDF വോട്ടിനൊപ്പം ഇതുകൂടി ചേർന്നാൽ തന്നെ വലിയ നേട്ടമായിരിക്കുമെന്നും കണക്കാക്കുന്നു. മാത്രമല്ല 10 വർഷം തുടർച്ചയായി ഭരിച്ച് CPM-ന്റെ അസ്ഥിക്കുഴി തോണ്ടിയ പിണറായിയോട് എതിർപ്പുള്ള യഥാർത്ഥ സഖാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ വോട്ട് ചെയ്തേക്കുമെന്നാണ് കണക്കാക്കുന്നത്. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ പരീക്ഷണം വൻ വിജയമായിരിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. അത്തരം ചർച്ചകൾ സജീവമാണ്. അന്തിമ തീരുമാനമായില്ലെങ്കിലും സമാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പ് തന്നെ പദ്ധതിയിട്ടിരുന്നു. അത് പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ അൻവറിനെ ബേപ്പൂരിൽ ഇറക്കുന്നതാണ്. അൻവർ UDF-ൽ 3 സീറ്റോടുകൂടി കയറിക്കൂടാൻ മന്ത്രി പദവിയിൽ എത്താനൊക്കെ അൻവർ ശ്രമിച്ചെങ്കിലും ഒരിടത്തും എത്തിയില്ല. ഒടുവിൽ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കാത്തത് തനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ CPM-ന്റെ കുത്തക സീറ്റായ ബേപ്പൂരിൽ മത്സരിക്കാൻ അൻവർ സമ്മതിക്കുന്നു. മുസ്ലിം വോട്ടർമാർക്ക് വലിയ ഭൂരിപക്ഷമുള്ള ബേപ്പൂരിൽ അവരുടെ സൂപ്പർ ഹീറോമാരിൽ ഒരാളായ PV അൻവർ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഈ UDF-ന് വിജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിച്ചു വരുന്നത് പോലെ അല്ല ബേപ്പൂരിൽ ജയിക്കുന്നത് എന്ന് അൻവറിനറിയാം. ബേപ്പൂരിൽ ജയിച്ചാൽ തൻ്റെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്താൻ കഴിയുമെന്നും മന്ത്രിയാവാനുള്ള ക്ലെയിം പോലും ഇടാമെന്നും അൻവർ കരുതുന്നു. ബേപ്പൂർ ചോദിച്ച അൻവറിനോട് നോ പറയാൻ UDF നേതൃത്വത്തിന് കഴിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ അൻവർ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. അൻവർ ബേപ്പൂരിൽ സാന്നിധ്യം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. പിണറായിയുടെ പിന്തുടർച്ചക്കാരൻ എന്നവകാശപ്പെടുന്ന മുഹമ്മദ് റിയാസ് ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലാത്ത സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. ഒരു വശത്ത് പിണറായിയുടെയും മറുവശത്ത് CPM-ന്റെയും ആത്മവിശ്വാസം തീർക്കാമെന്നവർ കണക്കാക്കുന്നു. സമാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുകയാണ് BJP-യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അനുകൂല സാഹചര്യം രൂപപ്പെടുത്തി എന്ന് BJP കണക്കുകൂട്ടുന്നു. അതിനൊപ്പമാണ് കിറ്റക് സാബുവിൻ്റെ 2020-യെ കൂടെ കൂട്ടിയത്. BDGS എന്ന രാഷ്ട്രീയ പാർട്ടി പേരിന് മാത്രം കൂടെയുണ്ടെങ്കിലും BDGS-ന് അണികളൊക്കെ വോട്ട് ചെയ്യുന്നത് CPM-നാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടെ കൂട്ടി ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നീക്കമാണ് BJP നടത്തിയത്. മോദി തിരുവനന്തപുരത്ത് വന്നു പോയതോടെ തിരുവനന്തപുരത്ത് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് BJP-യുടെ വിലയിരുത്തൽ. അത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ BJP നേരിടുന്ന ഒരു വെല്ലുവിളി പാലക്കാട് സീറ്റിനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാണ്. കേരളത്തിൽ BJP-ക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള 3 മണ്ഡലങ്ങൾ നേമവും പാലക്കാടും മഞ്ചേശ്വരവുമാണ്. മഞ്ചേശ്വരത്ത് വിജയത്തിന്റെ അരികിലെത്തുന്നെങ്കിലും പലപ്പോഴും UDF LDF ഒത്തുകളിയുടെ ഭാഗമായി തോറ്റുപോകുന്നു. പാലക്കാട് പക്ഷേ അത്തരം ഒത്തുകളി ഉള്ളതുകൊണ്ടല്ല, UDF സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. ജനപ്രിയനായ ഷാഫി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പാലക്കാട് നഷ്ടപ്പെടുന്നത് എന്ന് BJP തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയാണ് 2021-ൽ ഷാഫിക്കെതിരെ സാക്ഷാൽ E. ശ്രീധരനെ രംഗത്തിറക്കിയത്. ഷാഫി വടകരയ്ക്ക് വണ്ടി കയറിയതോടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചായിരുന്നു BJP ഇറങ്ങിയത്. പക്ഷെ ഷാഫിക്ക് പകരം പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കി BJP-യെ തറപറ്റിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലാകുന്നതും കോൺഗ്രസിന്റെ പാലക്കാട് ഇമേജിന് കോട്ടം തട്ടുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കുറി പാലക്കാട് മത്സരിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. പകരം ആരെ നിർത്തണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭിന്നത ശക്തിപ്പെടുന്നു. പാലക്കാടുകാരും മാത്രം മതി, മറ്റാരെയും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട എന്നാണ് DCC പ്രസിഡന്റും പാലക്കാട് നേതാക്കളും ആവശ്യപ്പെടുന്നത്. എന്നാൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയും പാലക്കാട്ടില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിഗമനം. പകരം ആരെ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആശയക്കുഴപ്പം തുടരുന്നു. സന്ദീപ് വാര്യരോട് മത്സരിക്കൂ എന്ന് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും BJP ടാർഗറ്റ് ചെയ്ത് തന്നെ തോൽപ്പിക്കുമെന്ന ആശങ്ക സന്ദീപ് വാര്യർക്കുണ്ട്. തന്നെ ഒഴിവാക്കണം എന്നാണ് സന്ദീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആശയക്കുഴപ്പം രൂപപ്പെടുമ്പോൾ ഒരുമിച്ച് നിന്ന് മത്സരിച്ചാൽ തീർച്ചയായും വിജയിക്കാൻ കഴിയും എന്ന് BJP തിരിച്ചറിയുന്നു. എന്നാൽ അതിന് പറ്റിയ സ്ഥാനാർത്ഥി BJP-ക്കും പാലക്കാടില്ല. കൃഷ്ണകുമാറിനെയോ പ്രശാന്ത് ശിവനെയോ മത്സരിപ്പിക്കണം എന്ന വാദം ഉയരുന്നുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി മുതലെടുക്കാൻ പറ്റിയ സ്റ്റാർ സ്ഥാനാർത്ഥി അല്ല എന്നും പകരം മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്നും BJP-യിൽ ആവശ്യമുയരുന്നു. പൊതുസമ്മതനായിരിക്കണം, നിഷ്പക്ഷ വോട്ടുകൾ കിട്ടണം,
പാർട്ടിക്കാരുടെ വോട്ടുകൾ ഒന്നും പുറത്തേക്ക് പോവാതെ മൊത്തം കിട്ടണം. അങ്ങനെ വന്നാൽ പാലക്കാട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ കഴിയും എന്നാണ് BJPയുടെ വിലയിരുത്തൽ. അങ്ങനെയാണ് വീണ്ടും 94കാരനായി ഈ ശ്രീധരന്റെ പേരുയർന്നു വരുന്നത്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം BJP വേദികളിൽ പ്രത്യക്ഷപ്പെടാതെ മാറി നിന്ന് വിശ്രമ ജീവിതം നയിച്ചിരുന്ന ഈ ശ്രീധരൻ വീണ്ടും സജീവമായിരിക്കുന്നത് ഇതിന്റെ സൂചനയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരിലേക്കുള്ള അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ശ്രീധരൻ പെട്ടെന്ന് രംഗത്ത് വന്നതിന് പിന്നിൽ രാഷ്ട്രീയം വ്യക്തമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേവലം 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്കും 3.25 മണിക്കൂർ കൊണ്ട് കണ്ണൂരിലേക്കും എത്തുന്ന പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ശ്രീധരൻ രംഗത്തെത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ കൊണ്ടുവന്ന കെയറയിൽ ആറ്റിലെറിഞ്ഞ കേന്ദ്ര സർക്കാർ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ തന്നെ പൂർണ്ണമായ കേന്ദ്ര അധികാരത്തോടു കൂടിയാണ് അതിവേഗ പാതയ്ക്ക് രൂപം കൊടുക്കാൻ പദ്ധതിയിടുന്നത്. 1 ലക്ഷം കോടി രൂപ മുടക്കി കെയറയിലിനെ ആറ്റിലെറിയുന്ന അസാധാരണമായ ഈ റെയിൽവേ പദ്ധതിയിലൂടെ കേരളത്തെ തന്നെ BJP കയ്യിലെടുക്കാൻ കഴിയുമെന്ന് കണക്കാക്കുമ്പോൾ അതിന് ചുമതല ഈ ശ്രീധരന് കൊടുത്തു കഴിഞ്ഞു. പൊന്നാനിയിൽ ഏറെ വൈകാതെ ഓഫീസ് തുറന്ന് ശ്രീധരൻ പണി തുടങ്ങുകയാണ്. ശ്രീധരന് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. ഇപ്പോഴും ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യാൻ കഴിയും എന്ന സൂചന തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശ്രീധരന് ഇറക്കും എന്നതിന്റെ സൂചനയായി മാറുന്നു. ഷാഫി രംഗത്തില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുമ്പോൾ ഈ ശ്രീധരനെ രംഗത്തിറക്കിയാൽ വിജയം സുനിശ്ചിതമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. സമാനമായ തിരുവനന്തപുരത്തെ 5 മണ്ഡലങ്ങളിലും പാലക്കാടും മഞ്ചേശ്വരത്തും BJP ഇത്തരം ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെയാണ് പാല പോലെയുള്ള ചില മണ്ഡലങ്ങളിലും തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങളിലും BJP പരീക്ഷണത്തിനിറങ്ങുന്നത്. എന്തായാലും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി CPMനെ വെട്ടാനൊരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടിയെങ്കിൽ CPMനെയും കോൺഗ്രസിനെയും ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് BJP എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.